എല്ലാവർക്കും നമസ്കാരം. എക്സ്റേ ഡൈഫ്രാക്ഷൻ ബൈ ക്രിസ്റ്റൽസ്. സോ എക്സ്റേ സ്റ്റഡീസ് ക്രിസ്റ്റൽസിൽ എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്നുള്ളതാണ് ഈ ഭാഗം പറയുന്നത്. സോ പ്രധാനമായിട്ടും ക്രിസ്റ്റൽസിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്റേ ഡൈഫ്രാക്ഷൻ എടുക്കുന്നത്. സോ ഇതെങ്ങനെയാണ് കിട്ടുന്നത്? ഇൻറ്റേർണൽ സ്ട്രക്ചറിനെ പറ്റിയുള്ള ഐഡിയ എങ്ങനെയാണ് തരുന്നത്? സ്കാറ്ററിംഗ് ഓഫ് എക്സ്റേസ് ബൈ ആറ്റംസ് ഓഫ് ക്രിസ്റ്റൽ that produces an interference effect അല്ലെങ്കിൽ interference pattern so that the diffraction pattern gives information on the structure of അല്ലെങ്കിൽ internal structure of crystal. സോ ഇവിടെ എന്താ ചെയ്യുന്നത്? ഒരു ക്രിസ്റ്റലിൻ്റെ സർഫസിൽ എക്സ്റേ തട്ടുമ്പോൾ ആ ക്രിസ്റ്റലിൻ്റെ ഉള്ളിൽ നമുക്ക് ഇക്യു ഡിസ്റ്റൻസിലുള്ള പാരലൽ പ്ലെയിൻസ് ഉണ്ടാവും. സോ ഈ പാരലൽ പ്ലെയിൻസിൻ്റെ ഓരോ സർഫസിൽ നിന്നും എക്സ്റേസ് സ്കാറ്റർ ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ ഇൻ്റർഫറൻസ് പാറ്റേൺ വെച്ചിട്ട് നമുക്ക് ആ ക്രിസ്റ്റലിൻ്റെ ഘടന പഠിക്കാൻ പറ്റും. ആ ക്രിസ്റ്റൽ മോണോ ക്രിസ്റ്റലൈൻ ആണോ, പോളി ക്രിസ്റ്റലൈൻ ആണോ, ഇങ്ങനെ കുറേ സ്ട്രക്ചറൽ ആസ്പെക്ട്സ് നമുക്ക് പഠിക്കാൻ പറ്റും. സോ ഒരു ക്രിസ്റ്റലിൻ്റെ സ്ട്രക്ചർ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്റേ ഡൈഫ്രാക്ഷൻ എടുക്കുന്നത്. ഓക്കെ, സോ ഒരു ക്രിസ്റ്റലിന് നമുക്ക് ഒരുപാട് പ്ലെയിൻസ് ഉണ്ട്. ഓക്കെ, ക്രിസ്റ്റലിൽ ഒരുപാട് പ്ലെയിൻസ് ഉണ്ട്. ഈ പ്ലെയിൻസിൻ്റെ ഓരോ പ്ലെയിനിലും വന്നിട്ട് ഈ എക്സ്റേസ് തട്ടിയിട്ട് അത് തിരിച്ചു പോകുമ്പോൾ ഓരോ ഇൻ്റർഫറൻസ് പാറ്റേൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പാറ്റേൺ വെച്ചിട്ട് നമ്മൾ ആ ക്രിസ്റ്റലിൻ്റെ സ്ട്രക്ചറിനെ പറ്റി പറയാൻ പറ്റും. സോ ബ്രാഗ്സ് ലോ നിങ്ങൾക്കറിയാം, n ലാംഡ ഇസ് ഈക്വൽ ടു 2d സൈൻ തീറ്റ. നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. ബ്രാഗ്സ് ലോ എക്സ്റേ ക്രിസ്റ്റലോഗ്രഫീനെ പറ്റിയിട്ടുള്ള ഒരു തിയറിയാണ് അല്ലേ. Bragg considered the crystals to be made up of parallel planes of atoms. ക്രിസ്റ്റൽ എന്ന് പറയുന്നത് ഒരുപാട് പാരലൽ പ്ലെയിൻസ്, ആറ്റത്തിൻ്റെ പാരലൽ പ്ലെയിൻസ് ആണ്. ഇൻസിഡൻറ്റ് വേവ്സ് ആർ റിഫ്ലക്റ്റഡ് സ്പെക്കുലർലി ഫ്രം പാരലൽ പ്ലെയിൻസ് ഓഫ് ആറ്റംസ് ഇൻ ദ ക്രിസ്റ്റൽ വിത്ത് ഈച്ച് പ്ലെയിൻ റിഫ്ലക്റ്റിംഗ് ഓൺലി എ വെരി സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ദ റേഡിയേഷൻ. ഓരോ പാരലൽ പ്ലെയിനിലും വന്നിട്ട് എക്സ്റേസ് തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നു അല്ലേ. ദെൻ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഓഫ് ദ റേഡിയേഷൻ, അതായത് ഈ തിരിച്ചു പോകുമ്പോൾ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കുന്നു ഫ്രം ദ സക്സസീവ് പ്ലെയിൻസ് ഒക്കേഴ്സ് വെൻ ദ പാത്ത് ഡിഫറൻസ് ഈസ് ആൻ ഇൻ്റഗ്രൽ നമ്പർ ഓഫ് വേവ് ലെങ്ത്. പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് മുതൽ ഇതുവരെ, ഇത് രണ്ടിൻ്റെ പാത്ത് ഇവിടെ വരെ കറക്റ്റാണ്. ഡിഫറൻസ് വരുന്നത് എവിടെയാണ്? ഇത് എക്സ്ട്രാ ഇവിടേക്ക് കുറച്ച് സഞ്ചരിച്ചു, അതേപോലെ ഇവിടെയും എക്സ്ട്രാ കുറച്ച് സഞ്ചരിച്ചു. സോ ഈ ചെറിയ ഭാഗമാണ് ഇതിൻ്റെ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടന്നാലേ നമുക്ക് ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടുള്ളൂ, ഡൈഫ്രാക്ഷൻ പാറ്റേൺ കിട്ടുള്ളൂ. സോ ദ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഓഫ് ദ റേഡിയേഷൻ ഫ്രം സക്സസീവ് പ്ലെയിൻസ് ഒക്കേഴ്സ്. എപ്പോഴാണത് നടക്കുക? വെൻ ദ പാത്ത് ഡിഫറൻസ് ഈസ് ആൻ ഇൻ്റഗ്രൽ നമ്പർ ഓഫ് വേവ് ലെങ്ത്. ദിസ് ഈസ് കോൾഡ് ബ്രാഗ്സ് ലോ. സോ പാത്ത് ഡിഫറൻസ് ഇൻ്റഗ്രൽ നമ്പർ ഓഫ് വേവ് ലെങ്ത് ആയിരിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് എന്ത് നടക്കുള്ളൂ? കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കുള്ളൂ. സോ ഇവിടെ ഇ എഫ് എന്ന് പറയുന്നത് ഒരു പാത്ത് ഡിഫറൻസ്. ഈ എഫിൻ്റെ ആംഗിളാണ് ഇവിടെ, അതായത് ഇവിടെ ECF എന്നുള്ള ഈ ഒരു കോണിൻ്റെ ആംഗിളാണ് തീറ്റ. അതേ ആംഗിൾ തന്നെയാണ് ഇപ്പുറത്തും ഉണ്ടാവുക. ഓക്കെ, സോ ഇവിടെ ഈ ഒരു EF എന്നുള്ള ഭാഗത്തിൻ്റെ that is equal to d sin theta where d is the interplanar distance. രണ്ട് പാരലൽ പ്ലെയിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. സോ ഈ ഡിസ്റ്റൻസ് d അറിയാം, ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു EF ഇസ് ഈക്വൽ ടു d sin theta. അതേപോലെ തന്നെ DE ഇസ് ഈക്വൽ ടു നമുക്കറിയാം CE എന്ന് പറയുന്നത് ഇൻ്റർപ്ലാനാർ ഡിസ്റ്റൻസ് സ്മോൾ d ആണ്. ദെൻ ഈ ആംഗിൾ തീറ്റ ആണ്. അങ്ങനെയാകുമ്പോൾ DE ഇസ് ഈക്വൽ ടു d sin theta. സോ ടോട്ടൽ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ DEയും EFും സമ്മേഷനാണ്. സോ ഇവിടെ d sin theta പ്ലസ് d sin theta ഇസ് ഈക്വൽ ടു 2d sin theta. ഓക്കെ, ദെൻ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് n ലാംഡയാണ്. സോ n ലാംഡ ഇസ് ഈക്വൽ ടു 2d sin theta. ഇതാണ് ബ്രാഗ്സ് ലോ. സോ വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ബ്രാഗ്സ് ലോ? ബ്രാഗ്സ് ലോ എന്തുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഫ്രം ബ്രാഗ്സ് ലോ D is equal to n lambda
ബൈ 2 സൈൻ തീറ്റ. അതായത് ബ്രാഗ്സ് ലോ നമുക്ക് ഇൻ്റർ പ്ലാനാർ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ക്രിസ്റ്റലിൻ്റെ ഇൻ്റർ പ്ലാനാർ ഡിസ്റ്റൻസ് നമുക്ക് ബ്രാഗ്സ് ലോ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദ ലാറ്റിസ് കോൺസ്റ്റൻറ്റ് എ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫ്രം ദ വാല്യൂ ഓഫ് ഡി. സോ ഇവിടെ ഡി വാല്യൂ വെച്ചിട്ട് നമുക്ക് ലാറ്റിസ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എയുടെ വാല്യൂ കാണാൻ പറ്റും. നോയിങ് എ ആൻഡ് റോ ആൻഡ് എം, ക്യാപിറ്റൽ എം, molecular weight of the crystal, the number of atoms in unit cell can be calculated. ഒരു യൂണിറ്റ് സെല്ലിലുള്ള ആറ്റംസിൻ്റെ നമ്പർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നോയിൻ ഡി ആൻഡ് എ, എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ, മില്ലർ ഇൻഡിസസിൻ്റെ സ്ക്വയേഴ്സ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ഡിപ്പെൻഡിങ് ഓൺ ദ വാല്യൂസ് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ വി ക്യാൻ ക്ലാസിഫൈ ദ ക്രിസ്റ്റൽ സ്ട്രക്ചർ. ഏത് ടൈപ്പിലുള്ള ക്രിസ്റ്റൽ സ്ട്രക്ചർ, ഞാൻ പറഞ്ഞു ഈ ബ്രാഗ്സ് ലോ അല്ലെങ്കിൽ എക്സ്റേ ഡൈഫ്രാക്ഷനൊക്കെ ക്രിസ്റ്റലിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറിനെ പറ്റിയാണ് ഇൻഫർമേഷൻ തരുന്നത്. സോ ഇതൊക്കെയാണ് ബ്രാഗ്സ് ലോൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ദെൻ ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ഭാഗം ക്രിസ്റ്റൽ ഡിഫെക്ട്സ് അല്ലെങ്കിൽ ഡിഫെക്ട്സ് ഇൻ ക്രിസ്റ്റൽസ്. സോ ഈ ഒരു പെർഫെക്റ്റ് ക്രിസ്റ്റൽ എന്നുള്ള കൺസെപ്റ്റ് അതൊരു ഹൈപ്പോത്തറ്റിക്കലാണ്. അങ്ങനെ ഒരു പെർഫെക്റ്റ് ക്രിസ്റ്റൽ ഇല്ല. അതായത് ഒരു ഇംപെർഫെക്ഷൻ പോലും ഇല്ലാതെ അത്രയും വെൽ ഓർഡേർഡ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റുള്ള ക്രിസ്റ്റൽസ് ആബ്സല്യൂട്ട് 0 കെൽവിനിൽ മാത്രമേ ഉള്ളൂ. അതൊരു ഹൈപ്പോത്തറ്റിക്കൽ കണ്ടീഷനാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ അല്ലെങ്കിൽ ബാക്കിയുള്ള ഫിസിക്കൽ പാരാമീറ്റേഴ്സിൻ്റെ വ്യത്യാസത്തിൽ നമുക്ക് ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും ക്രിസ്റ്റൽസിൽ. സോ എനി ഡിപ്പാർച്ചർ from the perfect regularity in the arrangement of the constituent particles in a crystal is known as a crystal defect അല്ലെങ്കിൽ imperfection. ഒരു ക്രിസ്റ്റലിൻ്റെ കൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റിലുള്ള വ്യത്യാസത്തിനാണ് നമ്മൾ ക്രിസ്റ്റൽ ഡിഫെക്റ്റ് അല്ലെങ്കിൽ ഇംപെർഫെക്ഷൻ എന്ന് പറയാം. ക്രിസ്റ്റൽ ഇംപെർഫെക്ഷനെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. പോയിൻ്റ് ഡിഫെക്റ്റ്, അതായത് ഒരു ക്രിസ്റ്റലിലെ ഒരു പ്രത്യേക ഒരു ലൊക്കാലിറ്റിയിൽ മാത്രമുള്ള ഡിഫെക്റ്റ്, അതിനാണ് പോയിൻ്റ് ഡിഫെക്റ്റ്. അത് 0 ഡയമെൻഷനിലാണ്, ആ ഒരു പോയിന്റിൽ മാത്രമാണ് ആ ഡിഫെക്റ്റ് ഉള്ളത്. ദെൻ ലൈൻ ഡിഫെക്റ്റ്. ലൈൻ ഡിഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലൈനിൽ മാത്രമാണ് അല്ലെങ്കിൽ ആ ഒരു ഇതിൽ മാത്രം ഒരു 2 ഡയമെൻഷണൽ സ്പേസിൽ 1 ഡയമെൻഷണൽ സ്പേസിൽ മാത്രമാണ് നമുക്ക് ആ ഡിഫെക്റ്റ് ഉള്ളത്, ആ ലൈനിൽ മാത്രം. പ്ലെയിൻ ഡിഫെക്റ്റ് എന്ന് പറയുന്നത് ആ ഒരു 2 ഡയമെൻഷണൽ പ്ലെയിനിൽ മൊത്തത്തിലുള്ള ഡിഫെക്ട്സിനാണ് നമ്മൾ പ്ലെയിൻ ഡിഫെക്ട്സ് എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് പോയിൻ്റ് ഡിഫെക്ട്സ് മാത്രമാണ്. ഓക്കെ, സോ പോയിൻ്റ് ഡിഫെക്ട്സിൽ തന്നെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് അല്ലെങ്കിൽ സ്റ്റോഷ്യോമെട്രിക് ഡിഫെക്ട്സ് ആൻഡ് നോൺ സ്റ്റോഷ്യോമെട്രിക് ഡിഫെക്ട്സ്. സ്റ്റോഷ്യോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ അയോണിക് ക്രിസ്റ്റൽസിലാണ് നമ്മളധികം സ്ട്രക്ചറൊക്കെ പഠിക്കുന്നത്. സോ അയോണിക് ക്രിസ്റ്റൽസിൽ കാറ്റയോൺസ് ഉണ്ട്, ആനയോൺസ് ഉണ്ട്. സോ നമ്പർ ഓഫ് കാറ്റയോൺസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ആനയോൺസ്. ഇപ്പോൾ ഡിഫെക്റ്റ് ഉണ്ടെങ്കിൽ കൂടെ ക്രിസ്റ്റൽസിലെ ആനയോൺസും കാറ്റയോൺസും ഈക്വൽ ആണെങ്കിൽ അത് സ്റ്റോഷ്യോമെട്രിക് ആണെന്ന് പറയും. കാറ്റയോൺസും ആനയോൺസും ഈക്വൽ അല്ലെങ്കിൽ നമ്മളതിനെ നോൺ സ്റ്റോഷ്യോമെട്രിക് എന്ന് പറയും. ഓക്കെ, സോ സ്റ്റോഷ്യോമെട്രിക് ഡിഫെക്ട്സിൽ നമുക്ക് 2 ടൈപ്പ്, ഷോർട്ട് കീ ഡിഫെക്റ്റ് ആൻഡ് ഫ്രങ്കൽ ഡിഫെക്ട്സ്. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ദെൻ നോൺ സ്റ്റോഷ്യോമെട്രിക് ഡിഫെക്ട്സിൽ 3 തരത്തിൽ: മെറ്റൽ എക്സസ് ഡിഫെക്റ്റ്, ദെൻ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫെക്ട്സ്, ദെൻ ഇംപ്യൂരിറ്റി ഡിഫെക്ട്സ്. ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റോഷ്യോമെട്രിക് ഡിഫെക്ട്സിൽ നമുക്ക് 2 ഡിഫെക്ട്സ് ആണുള്ളത്, ഷോർട്ട് കീ ഡിഫെക്റ്റും ഫ്രങ്കൽ ഡിഫെക്റ്റും. സോ ഷോർട്ട് കീ ഡിഫെക്റ്റിൽ എന്താ ഉള്ളത്? ഇവിടെ ആനയോൺസും കാറ്റയോൺസിൻ്റെയും നമ്പർ ഈക്വൽ ആയിരിക്കും അല്ലേ. സോ ഷോർട്ട് കീ ഡിഫെക്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ റെസ്പെക്റ്റീവ് പൊസിഷനിൽ നിന്ന് ഒരു കാറ്റയോൺ ചെറുതായിരിക്കും, ആനയോൺ വലുതായിരിക്കും അല്ലേ. സോ ഒരു കാറ്റയോണും ഒരു ആനയോണും അതിൻ്റെ റെസ്പെക്റ്റീവ് പൊസിഷൻസിൽ നിന്ന് മിസ്സാവുകയാണെങ്കിൽ നമ്മളതിനെ കാറ്റയോൺ വേക്കൻസി, ആനയോൺ വേക്കൻസി ഉണ്ടാവുകയാണെങ്കിൽ നമ്മളതിനെ ഷോർട്ട് കീ ഡിഫെക്റ്റ് എന്ന് പറയും. സോ അതിൻ്റെ റെസ്പെക്റ്റീവ് ലാറ്റിസ് പൊസിഷനിൽ നിന്ന് മിസ്സിംഗ് ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ, മിസ്സിംഗ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് ഉണ്ടെങ്കിൽ നമ്മളതിനെ ഷോർട്ട് കീ ഡിഫെക്റ്റ് എന്ന് പറയും. ഇങ്ങനെയാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഉണ്ടാവുക. ദെൻ ഫ്രങ്കൽ ഡിഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മിസ്സിംഗ് അല്ല, പകരം എന്ത് ചെയ്യും, അതിലുള്ള ഒരു ഇൻ്റർസ്റ്റീഷ്യൽ ഒരു കാറ്റയോൺ അതിൻ്റെ റെസ്പെക്റ്റീവ് പൊസിഷനിൽ നിന്ന് ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിലേക്ക് പോകും.
അതായത് ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കാറ്റയോണോ ആനയോണോ അറേഞ്ച് ചെയ്തിരിക്കുന്നതിൻ്റെ ഇടയിലുള്ള ഭാഗം ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസ്, അവിടേക്ക് മാറി നിൽക്കുന്നതിനെയാണ് നമ്മൾ ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഷോർട്ട് കീ ഡിഫക്റ്റിൽ ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺ ആനയോൺ മിസ്സിങ് നടക്കുന്നു. ഫ്രങ്കൽ ഡിഫക്റ്റിൽ കാറ്റയോൺ അതിൻ്റെ പൊസിഷനിൽ നിന്ന് മാറി ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിലോട്ട് മാറുന്നു. സോ ഇവിടെ രണ്ടിലും ആനയോണിൻ്റെയും കാറ്റയോണിൻ്റെയും അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ആനയോൺസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ആനയോൺസ്. അതുകൊണ്ടാണ് സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് ആണ്. ഹൗ ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഷോർട്ട് കീ ഡിഫക്റ്റ് ആൻഡ് ഫ്രങ്കൽ ഡിഫക്റ്റ്. സോ ഓരോരോ പോയിൻ്റ് ആയിട്ട് നോക്കാം. They arise due to the missing of atoms or cation-anion pairs from their normal lattice sites. Frungal defect, they arise from the shifting of ions from their own lattice sites to interstitial positions between lattice points. Then short key defect, they do not affect the electrical neutrality of the crystal. കാരണം ന്യൂട്രാലിറ്റി മാറില്ല, കാരണം സെയിം നമ്പർ ഓഫ് ആനയോൺസ് ആൻഡ് കാറ്റയോൺസ് ആണ് മിസ്സാവുന്നത്. Then they do not affect the stoichiometry. Their presence in large numbers causes a decrease in the overall density. അതായത് ആ ഒരു ആറ്റംസ് അയോൺസ് കാറ്റയോൺ ആനയോൺസ് ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് അത്രയും വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഡെൻസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. സോ ഓവറോൾ ഡെൻസിറ്റി കുറഞ്ഞുകൊണ്ട് വരും. They generally occur in ionic crystals with high coordination number and containing cations and anions of comparable size. ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള സിമിലർ എന്ന് പറയാൻ പക്ക സിമിലർ ആയിരിക്കില്ല, കാറ്റയോൺ കുറച്ച് ചെറുതായിരിക്കും, പക്ഷേ കമ്പാരബിൾ ആയിട്ടുള്ള സൈസുള്ള ഹൈ കോർഡിനേഷൻ നമ്പറിലുള്ള അയോണിക് ക്രിസ്റ്റൽസിലാണ് ഷോർട്ട് കീ ഡിഫക്റ്റ് കാണുന്നത്. ഫ്രങ്കൽ ഡിഫക്റ്റിൽ ദേ ഡു നോട്ട് അഫക്റ്റ് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി, കാരണം കാറ്റയോൺ പോകുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ സൈറ്റിൽ നിന്ന് ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിലേക്ക് മാറി നിൽക്കുന്നേ ഉള്ളൂ. ദേ ഡു നോട്ട് അഫക്റ്റ് സ്റ്റോഷ്യോമെട്രിക്കും പ്രശ്നമില്ല. ദെയർ പ്രസൻസ് ഡസ് നോട്ട് അഫക്റ്റ് ഓവറോൾ ഡെൻസിറ്റി കുറയില്ല, കാരണം കാറ്റയോൺ അവിടെ തന്നെ ഉണ്ട്, അല്ലേ. ദേ മോർ കോമൺലി ഒക്കർ ഇൻ അയോണിക് ക്രിസ്റ്റൽസ് ഇൻ വിച്ച് ദ കാറ്റയോൺ ഇസ് മച്ച് സ്മോളർ ദാൻ ദ ആനയോൺ. ആനയോണിനെക്കാട്ടും സൈസ് വളരെ കുറഞ്ഞ കാറ്റയോൺ ആയിരിക്കണം. സോ AgBr, വേർ സിൽവർ കാറ്റയോൺ ഈസ് വെരി വെരി സ്മോൾ, AgI. ഓക്കെ, ഇങ്ങനെയുള്ള അയോണിക് ക്രിസ്റ്റൽസിനാണ് ഫ്രങ്കൽ ഡിഫക്ട്സ് കാണുന്നത്. ദെൻ നോൺ സ്റ്റോഷ്യോമെട്രിക് എഫക്ട്സ്, അതിൽ നമുക്ക് മെറ്റൽ എക്സസ് ഉണ്ട്, മെറ്റൽ ഡെഫിഷ്യൻസി ഉണ്ട്, ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് ഉണ്ട്. ആദ്യം മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. ഓക്കെ, സോ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് രണ്ട് തരത്തിൽ വരാം. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് കോസ്ഡ് ബൈ എക്സ്ട്രാ കാറ്റയോൺ ഇൻ ദ ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റ്. സോ ഇവിടെ ഈ ഒരു സൈറ്റിലെ എക്സ്ട്രാ കാറ്റയോൺ ഒരു A+ എന്ന് കണ്ടോ, അത് എക്സ്ട്രാ കാറ്റയോൺ ആണ്. പക്ഷേ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രോണും അവിടെ കിടക്കുന്നുണ്ട്. സോ ഇലക്ട്രിക്കലി ന്യൂട്രലാണ്, പക്ഷേ ഒരു കാറ്റയോൺ കൂടുതലായി. ഓക്കെ, സോ ഇതിൻ്റെ എക്സാമ്പിളാണ് വെൻ സിങ്ക് ഓക്സൈഡ് ഈസ് ഹീറ്റഡ്. സിങ്ക് ഓക്സൈഡ് ഹീറ്റ് ചെയ്യുമ്പം അതിലുള്ള നമുക്കറിയാം സിങ്ക് ഓക്സൈഡിൽ Zn2+ഉം O2- ആണ് ഉണ്ടാവുക. ആ O2- 2 ഇലക്ട്രോണിന് വിട്ടുകൊടുത്ത് ഓക്സിജനായിട്ട് ലീവ് ചെയ്യും. ഓക്കെ, സോ എന്താവും, ഫലത്തിലൊരു സിങ്ക് 2+ കൂടുതലായിട്ട് വരും. ആ സിങ്ക് 2+, അതുകൊണ്ടാണ് ഇവിടെ ZnYO എന്ന് എഴുതുന്നത്. വേറെ Y = 1 ആണ്, ZnO തന്നെയാണ് വരിക. ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ സിങ്കിൻ്റെ കമ്പോസിഷൻ കൂടുതലാണ് ഇവിടെ. സോ ദ എക്സസ് കാറ്റയോൺസ് ഒക്കുപ്പൈ, എക്സസ് ആയിട്ടുള്ള സിങ്ക് ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റിൽ പോയി കിടക്കും. ബാക്കിയുള്ള ആ 2 ഓക്സിജനിൽ O2- ആ 2 ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ പോസിറ്റീവിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കിടക്കും. സോ ദ 2 ഇലക്ട്രോൺസ് റിലീസ്ഡ് സ്റ്റേ അസോസിയേറ്റഡ് ടു ദ ഇൻ്റർസ്റ്റീഷ്യൽ കാറ്റയോൺ. സോ ഇപ്പോൾ ഇവിടെ എന്തായി, ഒരു സിങ്ക് അധികമായി. അത് പക്ഷേ ഇലക്ട്രിക്കലി ന്യൂട്രലാണ് ഇവിടെ ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട്, പക്ഷേ മെറ്റൽ എക്സസ് ആയി. ഇങ്ങനെയുള്ള ഡിഫക്റ്റിനാണ് നമ്മൾ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്ന് പറയും. ഇവിടെ മെറ്റൽ എക്സസ് എന്തുകൊണ്ടാണ്, ഇസ് കോസ്ഡ് ബൈ എക്സ്ട്രാ കാറ്റയോൺ ഇൻ ദ ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റ്. ഇനി മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോൺ വേക്കൻസി. ഇവിടെ ആനയോണിൻ്റെ വേക്കൻസി ഉണ്ടെങ്കിലും നമുക്ക് മെറ്റൽ എക്സസ് ആയിട്ട് മാറും. എക്സാമ്പിൾ, വെൻ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ ഈസ് ഹീറ്റഡ് ഇൻ സോഡിയം വേപ്പർ. സോഡിയം ക്ലോറൈഡ് സോഡിയം വേപ്പറിൽ ഹീറ്റ് ചെയ്യുമ്പം
സോഡിയം മെറ്റൽ ഗെറ്റ്സ് ഡോപ്ഡ് ഇൻ ടു NaCl ക്രിസ്റ്റൽ. സോഡിയം മെറ്റൽ ഈ NaCl ക്രിസ്റ്റലിൽ ഡോപ്പ് ചെയ്യപ്പെടും. ഡോപ്പ് ചെയ്തിട്ട് ആ സോഡിയം ആറ്റംസ് ഈ ലാറ്റിസിൽ പോയിട്ട് ലാറ്റിസ് പോയിന്റിൽ പോയിട്ട് ഇരിക്കും. ആ ലാറ്റിസ് പോയിന്റിൽ സോഡിയം എന്താവും? Na+ഉം ഇലക്ട്രോണും ആവും. ഓക്കെ, സോ Na+ന് ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ആനയോൺ ഇല്ല അല്ലേ, Na+ മാത്രമേ ഉള്ളൂ. സോ അവിടെ ആനയോൺ ഇല്ലാത്തത് കൊണ്ട് ഒരു ആനയോണിൻ്റെ വേക്കൻസി അവിടെ അനുഭവപ്പെടുന്നു. സോ Na+ occupies at cation site and electron occupies at anion site and creates an anion vacancy. അവിടെ ഒരു ആനയോണിൻ്റെ വേക്കൻസി ഉണ്ടാക്കുന്നു. The site occupying the electron is called F center, which is responsible for the yellow color of the crystal. So ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടെയാണ് ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ കയറിയിട്ടുള്ളത്. അതായത് സോഡിയം സപ്പോസ് ഇവിടെ എവിടെയെങ്കിലും ഒരു എക്സ്ട്രാ സോഡിയം വന്നു എന്ന് വിചാരിച്ചോളൂ. അതിൻ്റെ തൊട്ടടുത്തുള്ള ആനിയോൺ വേക്കൻസിയിൽ ഇലക്ട്രോൺ വന്നു. ഈ ഇലക്ട്രോൺ എവിടെ നിന്ന് വരുന്നതാ? സോഡിയം ആറ്റം Na++ ഇലക്ട്രോൺ വരുന്നതുകൊണ്ട് ആ ഇലക്ട്രോണാണ് ഇവിടെ കയറിയിരിക്കുന്നത്. സോ ഈ ഇലക്ട്രോൺ ലൈറ്റ് വരുമ്പം എക്സൈറ്റ് ചെയ്യുന്നു, ഡി എക്സൈറ്റ് ചെയ്യുന്നു, അതിൻ്റെ കറസ്പോണ്ടിങ് ലൈറ്റ് കാണിക്കുന്നു. ഓക്കെ, സോ ഈ ഇലക്ട്രോൺ വിസിബിൾ ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് അത് കളേഴ്സ് എമിറ്റ് ചെയ്യുന്നു. ആ കളറാണ് യെല്ലോ കളർ എന്ന് പറയുന്നത്. എമിറ്റ് ചെയ്യുന്ന, അതായത് നമ്മൾ കാണപ്പെടുന്ന ക്രിസ്റ്റലിൻ്റെ കളർ യെല്ലോ കളർ. യെല്ലോ കളർ കാണാൻ ഏത് കാരണമായിട്ടാണ് ആ യെല്ലോ കളർ വരുന്നത്? ഇവിടെയുള്ള ഇലക്ട്രോൺ കാരണമാണ്. അതുകൊണ്ടാണ് നമ്മളതിനെ F സെൻറ്റർ എന്ന് പറയുന്നത്. F സെൻറ്റർ. ദെൻ മെറ്റൽ എക്സസ് ആണ് നമ്മൾ പറഞ്ഞത്. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. ഇവിടെ മെറ്റൽ കുറവായിരിക്കും, അതല്ലെങ്കിൽ കാറ്റയോൺ കുറവായിരിക്കും, ആനയോൺ കൂടുതലായിരിക്കും. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഡ്യൂ ടു മിസ്സിംഗ് ഓഫ് എ കാറ്റയോൺ ഓഫ് ലോവർ വാലൻസി ആൻഡ് പ്രസൻസ് ഓഫ് എ കാറ്റയോൺ ഓഫ് ഹയർ വാലൻസി occurs when metals show variable valency. ആ ലാസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. കാരണം ഇവിടെ മെറ്റൽസിൻ്റെ വേരിയബിൾ വാലൻസി കാണിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ മെറ്റൽ ഡെഫിഷ്യൻസി ഉണ്ടാവുള്ളൂ. ഓക്കെ, അതായത് ഇവിടെ എന്താ പറയുന്നത്? ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൽ കുറേ മെറ്റൽസ് ഉണ്ട്. എക്സാമ്പിൾ നോക്കാം. FeO ഈസ് മോസ്റ്റ്ലി ഫൗണ്ട് വിത്ത് കമ്പോസിഷൻ ഓഫ് Fe.95 ആൻഡ് ഓക്സിജൻ. ഈ ക്രിസ്റ്റലിൽ നമുക്കറിയാം Fe2+ ആയിട്ടാണ് ഇവിടെ ഉള്ളത്. Fe2+ ആയിട്ടാണുള്ളത്. ഓക്കെ, then some Fe2+ are missing and the loss of positive charge is made up by the presence of the required number of Fe3+. So ഒരു Fe2+ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് പോസിറ്റീവ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് രണ്ട് പോസിറ്റീവ് ആവണം അല്ലേ? അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന Fe2+ ആണ് പോയത്. സോ ഇവിടെയുള്ള രണ്ട് Fe2+ എന്തായി മാറി? Fe3+ ആയി മാറി. സോ രണ്ടാൾക്കാർ മാറുമ്പോൾ രണ്ട് പോസിറ്റീവ് ചാർജ് വന്നു. സോ ഫലത്തിൽ ഇവിടെ എന്തായി? ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി വന്നു. പക്ഷേ ഇവിടെയുള്ള Fe എന്തായി? അത് പോയി. അവിടെ ഒരു കാറ്റയോൺ വേക്കൻസി വന്നു, അല്ലെങ്കിൽ ഒരു ആനയോൺ എക്സസ് ആയി, അല്ലെങ്കിൽ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് വന്നു. സോ ഇങ്ങനെ ഒരു ഡെഫിഷ്യൻസി, ഈ ഒരു വേക്കൻറ്റ് സൈറ്റ് വരുമ്പോൾ ഇവിടെ ചെറുതായിട്ട് ഒരു കണ്ടക്ടിവിറ്റി വരുന്നുണ്ട്. ഓക്കെ, ഒരു കണ്ടക്ടിവിറ്റി പ്രോസസ്സ് അവിടെ വരുന്നുണ്ട്. ദെൻ തേർഡ് ടൈപ്പ് ഇമ്പ്യൂരിറ്റി ഡിഫക്ട്സ്. ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് എന്താണ്? ഇൻട്രൊഡക്ഷൻ ഓഫ് കാറ്റയോൺ വേക്കൻസി ഇൻ NaCl ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് Na+ ബൈ സ്ട്രോങ്ഷ്യം. അതായത് ഒരു കാറ്റയോൺ വേക്കൻസി വരുന്നു. ആ കാറ്റയോൺസിന് പകരം ആ കാറ്റയോൺസിൻ്റെ ചാർജ് ആരെ വെച്ചാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഒരു ഇമ്പ്യൂരിറ്റി വെച്ചിട്ട്. ഓക്കെ, സോ വെൻ മോൾട്ടൺ NaCl കണ്ടെയ്നിങ് എ ലിറ്റിൽ എമൗണ്ട് ഓഫ് സ്ട്രോങ്ഷ്യം ക്ലോറൈഡ്, അതായത് മോൾട്ടൺ സോഡിയം ക്ലോറൈഡിൽ ഇവിടെ സ്ട്രോങ്ഷ്യം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഇമ്പ്യൂരിറ്റിയാണ്. സം ഓഫ് ദ സൈറ്റ്സ് ഓഫ് Na+ അയോൺസ് ആർ ഒക്യുപ്പൈഡ് ബൈ Sr2+. ചില സൈറ്റ് സ്ട്രോങ്ഷ്യമാണ് ഒക്യുപ്പൈ ചെയ്തിരുന്നത്. പക്ഷേ സ്ട്രോങ്ഷ്യത്തിൻ്റെ ചാർജ് നോക്കൂ, സോഡിയത്തിനെക്കാട്ടും ഒന്ന് കൂടുതലാണ് അല്ലേ? It occupies the site of one ion and the other site remains vacant.
The cationic vacancies thus produced are equal in number to that of Sr2+. സോ ഇവിടെ Sr2+ ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു അധിക ചാർജ് ഉള്ളതുകൊണ്ട് ചില പൊസിഷനിൽ സോഡിയം ഉണ്ടാവില്ല, പക്ഷേ ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. സോ ഒരു കാറ്റിയോൺ വേക്കൻസി അതിനെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ട് ചാർജ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇമ്പ്യൂരിറ്റി ഉണ്ടെങ്കിൽ അത്തരം ഡിഫക്റ്റിനാണ് നമ്മൾ ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ക്രിസ്റ്റൽ ഡിഫക്ട്സ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.